പക്ഷെ പിറ്റേ ദിവസം അനുമോൾ ഈ സംഭവം അറിയുമ്പം അനുമോൾ അത് സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇത്രയും വലിയ വിഷയം അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അനുമോൾ അക്ബറുമായിട്ട് ഉണ്ടായ വിഷയത്തിന് ശേഷം അക്ബർ അത്രയും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അനുമോള് ഈ ജിഷിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അത് കഴിഞ്ഞ് നൂറയോട് പോയി സംസാരിക്കുന്നതും ഇപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ. ചെയ്യാത്ത കുറ്റമൊക്കെ തലയിൽ വെച്ചിരുന്നത് അവളെ പെൺകുട്ടികളെ ഒന്നല്ലെങ്കിൽ ഇത്രയും ദിവസം 96 ദിവസം എന്റെ കൂടെ നിന്ന് വെച്ചല്ലേ. എന്തിനാ നൂറ്? അയ്യോ അത് മായിച്ചളാ. ആ നമ്പർ നിന്റെ കബോർഡിലുണ്ട്. എന്നാ പോയി എടുത്തു. എന്റെ പൊന്നു മോളെ എന്തെടുത്തില്ല ഒന്ന് പറയുന്ന വേസ്റ്റിൽ എടുത്തില്ല. അവളോട് നീ ആണെങ്കിൽ സത്യം, അള്ളയാണെങ്കിൽ സത്യം, ഞാൻ എടുത്തു. കണ്ടോ, ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം നൂറ അത് ഒരിക്കലും ആദില കുറ്റക്കാരി എന്ന് നൂറ പറയത്തില്ല. കാരണം ആദില അവർ പേരായതുകൊണ്ട് ഒരിക്കലും സമ്മതിക്കത്തില്ല. ആദില കുറ്റക്കാരി എന്ന് ഒരിക്കലും അവൾ പറയത്തില്ല.